ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഫഹദിനെ നായകനാക്കി ചിത്തു മാധവൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ ഫഹദിന്റെ കരിയറിലെ തന്നെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ആവേശം. ചിത്രം ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്ത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടിട്ട് ഇപ്പോഴത്തെ 10 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴത്തെ വീണ്ടും ഒരു ഞായറാഴ്ച ഇന്ന് തിയേറ്ററുകളിൽ ഓടുന്ന ആഴ്ചകൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 2 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 4 ലക്ഷത്തിന് മുകളിലാണ് ആവേശം കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. ഇന്നത്തോടെ ഏറെക്കുറെ ഫൈനൽ ഞായറാഴ്ചയിലേക്ക് സിനിമ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണെങ്കിലും പവി കെയർ ടേക്കർ ആണെങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ട് മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും ഒപ്പം തന്നെ പവി ആണെങ്കിലും കളക്ഷൻ വർധന നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 1,36,000 മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 2,68,000 മുകളിലാണ് മലയാളി ഫ്രം ഇന്ത്യ ഞായറാഴ്ച ട്രാക്കിംഗ്. അതേസമയം ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 1,52,000 മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 2,44,000 മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ്. ഈ 2 മലയാളം സിനിമകൾക്കും ഇന്ന് 5 ലക്ഷത്തോളം കേരള കളക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഹൃദയഹാരിയായ പ്രണയകഥ അതല്ലെങ്കിൽ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം തന്നെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ ഈ പരീക്ഷണ സിനിമയ്ക്ക് ഇപ്പോഴത്തെ ഞായറാഴ്ച ദിവസം ഒരൽപ്പം കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ശനിയാഴ്ച ഇതേ സമയം 8,78,000 മുകളിലാണെങ്കിൽ ഇന്ന് ഞായറാഴ്ച ദിനം അത് 8,90,000 മുകളിലാണ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് ഇന്നലത്തേതിന് സമാനമായ 15 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുന്നതാണ്. ആദ്യ 4 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് അങ്ങനെ 75 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെടുന്നതാണ്. ഫൈനൽ 1 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അവസാനമായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ തിയേറ്ററുകളിലെ കഴിഞ്ഞ 4 ദിവസങ്ങളിലെ വൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിംഗ് കളക്ഷനിലെ വൻ വർധന നേടിയെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ഇന്നത്തെ കളക്ഷനോടെ 45 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ഇപ്പോഴത്തെ സിനിമ ഒരു പുതിയ റെക്കോർഡ് കൂടി ഈ വർഷം നേടിയെടുത്തിരിക്കുകയാണ്. ഒരൊറ്റ ദിവസം ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഹൗസ്ഫുൾ ഷോസ് നേടിയെടുക്കുന്ന സിനിമയായിട്ട് ഈ 2024 വർഷത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ മാറിയിരിക്കുകയാണ്. ഇന്ന് മാത്രം ഏകദേശം ലോകമെമ്പാടുമായിട്ട് 720-ൽ പരം ഹൗസ്ഫുൾ ഷോസ് ആണ് സിനിമ കളിക്കുന്നത്. അങ്ങനെ 2024 വർഷത്തിലെ ഒരു ദിവസത്തിലെ ഏറ്റവും ഉയർന്ന ഹൗസ്ഫുൾ ഷോസ് കളിക്കുന്ന സിനിമയായിട്ട് ചിത്രം മാറിയിരിക്കുകയാണ്. നിലവിൽ വലിയ ക്ലാഷ് റിലീസ് ഒന്നും തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ നേട്ടത്തിലേക്ക് സിനിമ എത്തപ്പെട്ടത്. ഒരു പക്ഷേ മഞ്ഞുമൽ ബോയ്സ്, ആവേശം ഉൾപ്പെടെയുള്ള സിനിമകൾ ഫ്ലാഷ് റിലീസോട് തിയേറ്ററുകളിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഈ നേട്ടത്തിലേക്ക് നേരത്തെ തന്നെ എത്തപ്പെട്ടേനെ. എന്തായാലും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഈ ഹൗസ്ഫുൾ റെക്കോർഡ് ഇനി ഈ വർഷം ഏത് സിനിമ മറികടക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ വാർത്തകൾക്കായി.